വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. സോ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാനാണ് വർഷ. എൻ്റെ ചാനലിൻ്റെ പേര് പോലെ തന്നെ ഞാൻ വർഷ. സോ ഇന്ന് ഇൻട്രൊഡക്ടറി വീഡിയോയും പിന്നെ ഞാൻ ഇന്നൊരു തേഴ്സ്ഡേ ആണ് ഇവിടെ. സോ ഞാൻ വിചാരിച്ചു ഇന്ന് പുറത്തൊക്കെ പോകുന്നു, കാരണം ഹാഫ് ഡേ ആയിരുന്നു. സോ ടൊറൻറ്റോയിലോട്ട് പോവുകയാണ്. അവിടെ പോകുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും എൻ്റെ ഈ വ്ളോഗിൽ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തിക്കാൻ നോക്കും. 2 weeks ആയിട്ട് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സപ്പോർട്ട്സ് തരുന്നുണ്ട് നിങ്ങൾ. വളരെ ഗ്രേറ്റ്ഫുള്ളാണ് ഞാൻ അതിൽ. ഒരുപാട് സന്തോഷമുണ്ട്. സോ നമുക്ക് യാത്ര തിരിക്കാം. സോ ഞാൻ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. പക്ഷേ ഇതാണ് എനിക്ക് ആപ്റ്റായിട്ടുള്ളൊരു ടൈമായിട്ട് തോന്നിയത്. അതാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ലൈഫ് സ്റ്റൈൽ, പിന്നെ കാനഡയിലെ കാഴ്ചകൾ, പിന്നെ എൻ്റെ ഫാമിലി ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ്, അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അറിയാമല്ലോ, കാനഡയിലെ വെതർ എപ്പോഴും ഇങ്ങനെയാണ്. ലൈക്ക് മഴ, തണുപ്പ്, കുറച്ച് കഴിയുമ്പോൾ വെയിൽ വരും. ഇങ്ങനെയാണ് കാനഡയിലെ വെതർ എപ്പോഴും പോകുന്നത്. ഒന്നും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന്. ഇതാണ് എനിക്കൊരു ആപ്റ്റായിട്ടുള്ളൊരു ടൈമായിട്ട് തോന്നിയത് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. അതാണ് ഞാനിതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. സോ എൻ്റെ ചാനൽ വഴി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ എല്ലാവരും എൻ്റെ വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട് മീ. ടൊറൻറ്റോയുടെ അടുത്താണ് സ്കാർബ്രോ എന്നുള്ള സ്ഥലത്താണ് ഞാനിന്ന് പോകുന്നത്. കാര്യം അവിടെ നല്ല മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തെ ഫുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഫുഡ്. ഞാൻ 2 ആഴ്ച അവിടെ പോയിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്നവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ വൈഡ് വെറൈറ്റീസ് ഓഫ് ഫുഡുണ്ട്. നമ്മൾ തണ്ടർ ബേ ആയതുകൊണ്ട് തന്നെ അവിടെ അധികം മലയാളി റെസ്റ്റോറൻറ്റ്സോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഇങ്ങോട്ടോട്ട് ഞാൻ മൂവ് ചെയ്ത സമയത്താണ് ഒരു 2-3 റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അവിടെ ഓപ്പൺ ആയത്. സോ കാനഡയിൽ വന്നിട്ട് 2-3 വർഷം ആയെങ്കിലും ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ ആ ഒരു ടേസ്റ്റിലുള്ള ഫുഡൊക്കെ ഞാൻ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുമെങ്കിലും നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിന് വേറൊരു ടേസ്റ്റ് തന്നെയല്ലേ. സോ അതുപോലത്തെ ഇത് കഴിക്കാൻ ഭയങ്കരമായിട്ട് പാടായിരുന്നു. സോ ഇവിടെ വന്നപ്പോൾ അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആയിരുന്നു. നമുക്കൊരു ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ലൈക്ക് ഒരു വീക്കെൻഡ് ആകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അവധി കിട്ടുമ്പോഴൊക്കെ യെസ് ടൊറൻറ്റോയിൽ പോവാം അല്ലെങ്കിൽ സ്കാർബ്രോയിൽ പോവാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. സോ എൻ്റെ വീട്ടിൽ നിന്ന് നമ്മളിപ്പോൾ സ്കാർബോറോ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഫസ്റ്റ് പോകുന്നത്. അങ്ങോട്ട് പോകാൻ 1 മണിക്കൂറും 26 മിനിറ്റുമാണുള്ളത്. അപ്പോൾ ആസ് വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് എൻ്റെ ഇൻട്രൊഡക്ടറി വീഡിയോയും പിന്നെ ടൊറൻറ്റോ സ്കാർബോയിലെ കുറച്ച് കാഴ്ചകളുമായിരിക്കും കാണിക്കുന്നത്. സോ ഇൻട്രൊഡക്ടറി വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തെന്നാണ്. എനിക്ക് യൂട്യൂബ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ പേഴ്സണലി സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലും എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരോട് ഞാൻ സ്റ്റാർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് അവരെയൊക്കെ ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് അവരൊക്കെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എന്നെ എന്തൊക്കെയോ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന പോലെ തോന്നുമായിരുന്നു. പക്ഷേ എനിക്കിത് ഇഷ്ടമാണ് ആക്ച്വലി, യൂട്യൂബ് വ്ളോഗിങ് കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇപ്പോൾ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടൈമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും കാണിച്ചു തരാനും ഒക്കെ ഉണ്ട്. പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ പോലെ തന്നെ ഒരു സാധാരണയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്, ബുക്സൊക്കെ ഒരുപാട് വായിക്കാൻ ഇഷ്ടമാണ്, പിന്നെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എൻ്റെ ചാനലിൽ ജനറലി എന്തൊക്കെയായിരിക്കും ഉണ്ടാവാൻ പോകുന്നതെന്ന്. ഞാൻ ബ്യൂട്ടി കാര്യങ്ങളിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അധികമൊന്നും പറയാൻ അറിയില്ല. ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരുങ്ങിപ്പോവും. കൂടുതൽ ഞാൻ മാർക്കറ്റിൽ ഇറങ്ങുന്ന പ്രോഡക്ട്സിനെയും കാട്ടി യൂസ് ചെയ്തിട്ടുള്ളത് മരുന്നുകളാണ് എൻ്റെ മുഖത്ത്. കാര്യം എന്ത് കഴിച്ചാലും റിയാക്ഷൻ വരുന്നൊരു സ്കിന്നാണ്. സോ ബ്യൂട്ടി കാര്യങ്ങൾ ഞാൻ അധികം ഇടപെടാതിരിക്കുന്നതായിരിക്കും എൻ്റെ ആരോഗ്യത്തിന് നല്ലതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതുകൊണ്ട് എങ്ങാനും എനിക്ക് എന്തെങ്കിലും വർക്കൗട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോസ് വഴി നിങ്ങളുടെ മുന്നിൽ എത്തിക്കാം. അല്ലാണ്ട് ഞാനൊരു ഒപ്പീനിയനും ബ്യൂട്ടി കാര്യങ്ങൾ പറയാൻ വരുന്നില്ല. പക്ഷേ കുക്കിംഗ് വ്ളോഗ്സ്, ട്രാവലിങ് കാര്യങ്ങൾ അതൊക്കെ ഇഷ്ടമാണ്. ഞാൻ അതൊക്കെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ
എൻ്റെ ജീവിതത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം വരാൻ പോവുകയാണ് ഒരു 3 months കഴിഞ്ഞിട്ട്. അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ വ്ളോഗിൽ വരുന്നതായിരിക്കും. അത് ഞാൻ പറയാം നിങ്ങളടുത്ത് വൈകാതെ തന്നെ. സോ അങ്ങനെയൊക്കെയാണ് ബേസിക്കലി എൻ്റെ കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ഞാൻ പോകുന്ന റൂട്ട്സ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഭയങ്കര ഭംഗിയാണ്. ആക്ച്വലി നമ്മൾ കൺട്രി സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സിറ്റി വൈബ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ ഉള്ളത്. സോ നമ്മളിപ്പോൾ പോകുന്നത് പ്രോപ്പർ സിറ്റി കാര്യങ്ങളാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാലോ ഞാൻ സ്വെറ്റ് ഷർട്ട് പോലത്തൊരു സംഭവമാണ് ഇട്ടേക്കുന്നത്. ഭയങ്കര തണുപ്പാണ്, മഴയുണ്ട്. സോ ഇതൊക്കെയാണ്. കണ്ടോ, ആസ് ഐ ടോൾഡ്, ഇതാണ് ആ റൂട്ട്. വളരെ ശാന്തമായിട്ട് ട്രാവൽ ചെയ്യുന്ന റൂട്ടാണ്. വേറെ ആരുമില്ല. ജസ്റ്റ് കൺട്രി സൈഡ് റൂട്ടാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണാൻ പറ്റുന്നത്. എൻ്റെ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ അത്രയ്ക്ക് കളറിലൂടെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഭയങ്കര രസമാണ് ഈ 2 സൈഡൊക്കെ കാണാൻ. എന്നറിയില്ല, ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗ് ആയതുകൊണ്ട് തന്നെ എന്തോ മനസ്സിലറിയാതെ അച്ഛനെയും അമ്മേനെയും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് സ്മരിക്കുന്നു. ഒരു ടൈപ്പ് ഓഫ് ബ്ലെസ്സിങ് ഇങ്ങനെ ചെയ്ത് കയറുന്ന പോലത്തെ ഒരു ഫീല് കിട്ടുന്നുണ്ട് ഇപ്പോൾ. സോ എന്താവെന്ന് അറിയില്ല. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ യൂട്യൂബിൽ ഗ്രോ ചെയ്യാൻ പറ്റും. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സോ നമ്മൾ സ്കാർബോയിൽ പോകുന്ന വഴിക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു സിറ്റീസ് ഉണ്ട്. കുഞ്ഞു കുഞ്ഞു സിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സിറ്റീസ് ഉണ്ട്. ഒരു 2-3 ഒരു 5 എണ്ണമെങ്കിലും വരും. അപ്പം അവിടെ ഇങ്ങനെയാണ്, കുറച്ച് ആൾക്കാരുണ്ടാവും, പിന്നെ വീണ്ടും നിശബ്ദതയായിട്ടുള്ള റോഡ്, പിന്നെ വീണ്ടും കുറച്ച് ആൾക്കാരുണ്ടാവും, പിന്നെ നിശബ്ദതയായിട്ടുള്ള റോഡ്. കാനഡയിൽ 3 വർഷമായിട്ട് നിന്നിട്ട് എനിക്ക് എന്താണ് കാനഡയെക്കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു എഞ്ചിനീയർ ആണെന്നാണ്. കാര്യം ഞാൻ തണ്ടർബേയിൽ നിന്നപ്പോഴും ഇവിടെ വന്നപ്പോഴും ഇവിടെ നല്ല വേറെ ഏത് സിറ്റിയിൽ പോകുമ്പോഴും ഒരേപോലെയാണ് എല്ലാ സ്ഥലവും ഇരിക്കുന്നത്. ഒന്നും വ്യത്യാസമായിട്ട് ഫീൽ ചെയ്യുള്ള ഒരു മോളാണെങ്കിൽ തന്നെ മോളിൻ്റെ അടുത്തൊരു 50,000 കടയാണ്. ഇപ്പം ലൈക്ക് നമുക്കൊന്ന് വോൾമാർട്ടിൽ പോകണമെങ്കിൽ വോൾമാർട്ടിൻ്റെ അടുത്ത് തന്നെ ഡോളറാമ കാണും, ഡോളറാമയുടെ അടുത്ത് തന്നെ വേറെ ഹെയർ സലൂൺ കാണും. എല്ലാം ഇങ്ങനെ നമ്മുടെ ലുലു മോളിലൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ അത് ഇൻസൈഡ് ആണെങ്കിൽ ഇത് ഔട്ട് സൈഡ് ഇതെല്ലാം ഇങ്ങനെ ഒരുമിച്ചായിരിക്കും ഇരിക്കുന്നത്. ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലമാണ് കാനഡ. പറയാതിരിക്കാൻ വയ്യ. നല്ല ഡിസൈനിങ് എന്നല്ല, ഇനി എന്താ പറയുക, നല്ല ഭയങ്കര കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എന്തോ പോലെയൊക്കെ ചെയ്തേക്കുന്ന ഒരു എഞ്ചിനീയറാണ് കാനഡയിൽ ഫുൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. എഞ്ചിനീയർ മാത്രമല്ല, ആർക്കിടെക്റ്റ്. ഭയങ്കര രസമാണ് കാണാൻ. കണ്ട ഇതൊക്കെ ആ സിറ്റീസ് കഴിഞ്ഞ് പോകുമ്പോൾ ഉള്ളൊരു സാഹചര്യമാണ്. ഭയങ്കര രസമാണ്. അല്ലെന്നുണ്ട് ഈ ഫോൾ ലീവ്സ് ഒക്കെ നോക്കാം, പല ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ട്. മൊത്തത്തിൽ കാനഡയുടെ ഒരു സ്ട്രക്ചർ ഇതുപോലുള്ളൊരു വലിയൊരു സ്ഥലം ഉണ്ടാവും, ഫാർമസി ഉണ്ടാവും, നെയിൽസ് ചെയ്യുന്ന സ്ഥലം ഉണ്ടാവും, ഡെന്റൽ കാര്യങ്ങളുടെ സ്ഥലം ഉണ്ടാവും, പിന്നെ കുറച്ച് ഫുഡിൻ്റെ കടകളുണ്ടാവും. എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ചായിരിക്കുന്നത്. പിന്നെ മെയിനായിട്ടൊരു ഷോപ്പ് ഉണ്ടാവും. ഇവിടെ മക്ഡൊണാൾഡ്സ് ആണ് കാണുന്നത്. ചില സ്ഥലത്ത് ടിം ഹോർട്ടൻസ് അങ്ങനത്തെ കടകളായിരിക്കും ഉണ്ടാകുന്നത്. സോ ഞാൻ ഫൈനലി പറഞ്ഞ സ്ഥലം എത്തി, തറവാട്. ഇതാണ് എൻ്റെ ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ഒരു റെസ്റ്റോറൻറ്റ്.
എൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് തറവാട്. ഞാൻ അവിടെ എത്തിയ ഉടനെ പഴംപൊരിയും സ്വിഗ്ഗിയനും മൈസൂർ പാക്കും ട്രൈ ചെയ്തു. സൂപ്പർ ടേസ്റ്റായിരുന്നു. ഒരുപാട് കാലമായി ട്രൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ദെൻ ചായ കുടിച്ചു. ചായയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഭയങ്കര റിലാക്സിങ് ആയിരുന്നു ചായ കുടിച്ചപ്പോൾ. ആൻഡ് അതിൻ്റെ അകത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള റെസ്റ്റോറൻറ്റ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ പോയ ടൈം അധികം ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര കാമായിരുന്നു പ്ലേസ്. ദെൻ ഇതെല്ലാം കഴിച്ച ശേഷം ഞാനൊരു കട്ട്ലറ്റ് ട്രൈ ചെയ്തു. കട്ട്ലറ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ട. നല്ല ബിഗ് കട്ട്ലറ്റായിരുന്നു. ഞാനത് ട്രൈ ചെയ്ത് നോക്കി. കഴിച്ചപ്പോൾ എനിക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു ബേക്കറി ഉണ്ട്. അതേ സെയിം എക്സാക്റ്റ് ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദെൻ ഞാൻ മെയിൻ കോഴ്സായിട്ട് വാങ്ങിച്ചത് വേറെ ഒന്നുമല്ല, പെരി പെരി ചിക്കനാണ്. ഞാൻ തറവാടിൽ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങി. അപ്പോൾ നമുക്ക് ബില്ലായത് ഒരു പൊടിഞ്ഞു പോയി ഒരു $40. അതായത് നമ്മുടെ നാട്ടിലെ 2000 റുപ്പീസ്. ഇവിടുത്തെ രീതിയിൽ ഇത് കുഴപ്പമില്ല ഫുഡിന്, ഇവിടുത്തെ രീതിയിൽ. പക്ഷെ നാട്ടിൽ ഇത് അല്പം കൂടുതലാണെന്നറിയാം. ഐ തിങ്ക് ഒരു ഫാമിലി ഓഫ് 6 or 7 അല്ല, ഒരു 10 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു എമൗണ്ടാണ് 2000. സോ ഇതാണ് ആയത്. ഞാൻ അവിടെ നിന്ന് ഒരു ചിക്കൻ കട്ട്ലറ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മുടെ നാട്ടിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു ബേക്കറി ഉണ്ട്, അവിടെ നിന്ന് വാങ്ങുന്ന അതേ കട്ട്ലറ്റിൻ്റെ ടേസ്റ്റായിരുന്നു ഞാൻ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത കട്ട്ലറ്റിന്. ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ ഡയറ്റ് ആയതുകൊണ്ട്, ഡയറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇന്ന് ചീറ്റ് ഡേ ആയിപ്പോയി. എനിക്ക് കയറി വന്നപ്പോഴേ നല്ല ടെംപ്റ്റേഷൻ ആവുന്ന രീതിയിലുള്ള സ്നാക്സസ് ഉണ്ടായിരുന്നു. സോ ഞാൻ അതിൽ നിന്ന് 2-3 ട്രൈ ചെയ്തിട്ട് പിന്നെ ഞാൻ മെയിനായിട്ടൊന്നും കഴിക്കാൻ നിന്നില്ല. ഞാൻ പെരി പെരി ചിക്കനാണ് കഴിച്ചത്, അത് മാത്രമേ കഴിച്ചുള്ളൂ, വേറൊന്നും ഞാൻ കഴിച്ചില്ല. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുഡ് വളരെ ടേസ്റ്റായിരുന്നു. ഞാൻ ഹാപ്പിയായി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പം വേറൊരു സാധനം കിട്ടി. ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇതിൻ്റെ പേരാണ് ചക്ക വരട്ടി. കുറച്ച് കഴിയുമ്പോൾ കഴിച്ച് നോക്കണം. ഇപ്പം കഴിക്കാനൊരു മൂടില്ല, ഇച്ചിരി ഫുള്ളായിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത സ്പോട്ട് എവിടെ പോകുന്നത് നോക്കാം. നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്, അറിയില്ല. യൂഷ്വലി വയറ് നിറയെ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും തോന്നുന്നത്? ഭയങ്കര സന്തോഷമല്ലേ? എനിക്കും അതുപോലെയൊക്കെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. നമ്മുടെ കാനഡ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നാട്ടിലായിരിക്കുമ്പം മിക്ക ദിവസങ്ങളിൽ ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് കഴിക്കും. മിഡ് നൈറ്റ് ക്രേവിങ്സ് വരുമ്പോൾ അച്ഛനും അമ്മയും അറിയാതെ പതുങ്ങി താഴെ വന്ന്, മീൻസ് ഞാൻ എൻ്റെ റൂം മുകളിലാണ്, സോ ഞാൻ താഴെ വന്ന് പതുങ്ങി ഫുഡ് ഓർഡർ ചെയ്തൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ അതൊന്നും നടക്കില്ല. പിന്നെ നിൽക്കുന്നത് ഒരു കൺട്രി സൈഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഫുഡ് ഓർഡർ ചെയ്യാനും. രാത്രി നമുക്ക് ക്രേവിങ്സ് വരുന്നത്, മോസ്റ്റ് പ്രോബബ്ലി എന്നെ സംബന്ധിച്ച് ക്രേവിങ്സ് വരുന്നത് ഒന്നീ സ്വീറ്റ്സോ അല്ലെങ്കിൽ ഇതേപോലത്തെ നമ്മുടെ ഇന്ത്യൻ ഡിഷസൊക്കെ ആയിരിക്കും. സോറി, ഇന്ത്യൻ ഡിഷസ് എന്ന് ഉദ്ദേശിച്ചത് കേരള ഡിഷസൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ അതൊന്നും അവിടെ കിട്ടില്ല. ഇവിടെ വന്ന് കുറച്ചധികം കാലത്തിന് ശേഷം കഴിച്ചപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്നുണ്ട്. സോ ഞാൻ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. എൻ്റെ അമ്മ വല്ല ഈ വ്ളോഗ് കാണുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറയും പിന്നെ അതിന് മുന്നേ ഇത് വായിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. ഹൽവയുടെ ചക്കയുടെ ഒക്കെ ഒരു ഫ്ലേവറിലുള്ളൊരു സാധനം. കുഴപ്പമില്ല എനിക്ക്. പക്ഷേ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ നല്ല മഴയൊക്കെ ആയതുകൊണ്ട്, നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു മൂവി റിലീസ് ചെയ്തിട്ടുണ്ട്, പ്രണവ് മോഹൻലാലിൻ്റെ. ഞാൻ ഈ വ്ളോഗ് ഇടുന്നത് നാളെ ആയിരിക്കുമോ മറ്റന്നാളായിരിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് ആ മൂവി ഇവിടെ റിലീസ് ചെയ്ത ഡേറ്റാണ്. സോ അത് കാണാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല രീതിയിലുള്ള റിവ്യൂസ് കേൾക്കുന്നുണ്ട് ആ മൂവിക്ക്. സോ ഞാൻ വിചാരിച്ചു ആ മൂവിക്ക് കാണാൻ പോകാമെന്ന്. ബാക്കി നമുക്ക് വഴിയെ കാണാം. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയ വഴിയാണ്. നല്ല രസമുണ്ടല്ലേ, ഇത് പ്രോപ്പർ സിറ്റിയുടെ അകത്തുള്ള വീടുകളാണ്. പെട്ടെന്ന് റെസിഡൻഷ്യൽ ഏരിയ കഴിഞ്ഞതുപോലെ ഫീൽ ചെയ്യുന്നു. കണ്ടില്ലേ, തിയേറ്ററിലോട്ടാണ് ഈ പോകുന്നത്. സോ നമ്മൾ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞു. ഇതൊക്കെ കാണിച്ചു തരാം. വുഡ് സൈഡ് സിനിമാസ് എന്ന് പറഞ്ഞൊരു തിയേറ്ററിലാണ് വന്നത്.
സ്കാർബോറോ തന്നെയാണ്. ഇതാണ് ഞാൻ സിനിമ കാണാൻ വന്ന സ്ഥലം. കാരണം അതിൻ്റെ അടുത്താണ് ശരവണ ഭവനുള്ള. ഇവിടെ വന്ന എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. 6:30 സിനിമ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ ഫുൾ പാർക്കിംഗ് എല്ലാം കണ്ട ഫുള്ളാണ്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഈ മൂവിക്ക്. മൂവി അടിപൊളി മൂവി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാളുടെ റിവ്യൂ കണ്ടോളൂ. സോ ഇതാണ് തിയേറ്ററിൻ്റെ അകം. തിയേറ്ററിൻ്റെ അകമല്ല, നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കുന്നതിൻ്റെ ആ സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഐ തിങ്ക് 3 or 4 സ്ക്രീൻസ് അവൈലബിൾ ആണ്. നമ്മുടേത് 3rd സ്ക്രീനിലായിരുന്നു. സെക്കൻഡ്, നെക്സ്റ്റ് വൺ ആണ് 3rd. ഞാൻ കഴിഞ്ഞ 2 വീക്സ് മുന്നേ സിനിമയ്ക്ക് വന്നപ്പോഴും ഫസ്റ്റ് ഞാനാണ് തിയേറ്ററിലെത്തിയത്. ആരുമേ ഇല്ലായിരുന്നു. ഇന്നും സിനിമ തുടങ്ങുന്നതിൻ്റെ ഐ തിങ്ക് ഒരു 10 മിനിറ്റ്സ് മുന്നെയാണ് ഞാൻ എത്തിയത്. സ്റ്റിൽ എനിക്ക് കാണാൻ സാധിച്ചത് ആരുമേ ഇല്ല തിയേറ്ററിൽ. വീണ്ടും ഞാൻ മാത്രമേ വന്നോളൂ. എപ്പോഴും ഇങ്ങനെ വരാൻ ഒരു ഭാഗ്യമുണ്ട്. എൻ്റെ സീറ്റ് വരുന്നത് ഏറ്റവും ലാസ്റ്റാണ്. അതായത് എനിക്ക് കറക്റ്റ് സെൻറ്ററിലിരുന്ന് തന്നെ മൂവി കാണാൻ പറ്റി. ഇതായിരുന്നു എനിക്ക് വ്യൂ. കറക്റ്റ് നടുക്കായിരുന്നു. അങ്ങനെ മൂവി കാണാൻ തുടങ്ങി. അടിപൊളി മൂവിയായിരുന്നു. ഹലോ, സോ ഞാൻ മൂവി കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. വണ്ടർഫുൾ മൂവിയായിരുന്നു. പ്രണവ് മോഹൻലാലിൻ്റെ ആക്ടിങ് ആയാലും തന്നെ, പിന്നെ നമ്മുടെ തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തത് സൂപ്പർ. മലയാളത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ മൂവി ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയതിൽ എനിക്ക് ഈ മൂവിയുടെ പേര് തന്നെ പറയാം. നല്ല ആക്ടിങ് ആയിരുന്നു പ്രണവ് മോഹൻലാൽ. ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു. എല്ലാവരും ഈ മൂവി കാണണം എന്നാണ് ഞാൻ പറയുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. ചില പാർട്ടൊക്കെ കൺഫ്യൂസിങ് ആയിട്ടുണ്ട്. നമുക്ക് ലൈക്ക് മൂവി തീരാറാകുമ്പോഴത്തേക്കും ഇതെന്താണ് എന്നൊക്കെ ഇങ്ങനെ നമുക്ക് തോന്നും. പക്ഷെ ഓൾ ഇൻ ഓൾ അടുത്ത മൂവി ദ ബെസ്റ്റ്. എല്ലാവരും കാണണം എന്ന് ഞാൻ പറയുന്നു ഈ മൂവി. സോ ഇപ്പോൾ ഇവിടെ 9 മണി കഴിഞ്ഞു. സോ ഞാൻ തിരിച്ച് പോവാണ്. ഞാൻ ഉദ്ദേശിച്ചിട്ട് ഇവിടെ വന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിലും എനിക്ക് ഈ മൂവി കാണാൻ പറ്റി. സോ ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ഇനി ഞാൻ തിരിച്ചു പോകാൻ പോണ വീട്ടിൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിലെത്താൻ ഓൾമോസ്റ്റ് 1.5 hours എടുക്കും. അതായത് ഞാൻ വീട്ടിലെത്തുമ്പം രാത്രി 11 മണി കഴിയും. നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നത് ഈ ഒരു കാലാവസ്ഥയിലൊട്ടും നല്ലതല്ല. കാര്യം ഹൈവേ കൂടെ ഡിയറൊക്കെ ചാടുന്ന ഒരു സാഹചര്യമാണ്. സോ ഞാൻ പോവാണ്. ഇനി വീട്ടിലെത്തിയിട്ട് ഞാൻ പറയാം. ബൈ. ഹായ്, അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഞാൻ പറഞ്ഞില്ലേ 11 o'clock ആവുന്നു. നമ്മൾ ഇന്ന് പക്ഷേ 3 minutes നേരത്തെ എത്തി വീട്ടിൽ. സോ ഇന്ന് ഒരു ഹാഫ് ഡേ ആയിരുന്നു. അപ്പം ഞാൻ കുറച്ച് സ്ഥലങ്ങളിലും കൂടെ പോകണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് പറ്റിയില്ല. ക്ലൈമറ്റ് വളരെ മോശമായിരുന്നു. പിന്നെ ആ മൂവി കഴിഞ്ഞിറങ്ങിയപ്പോൾ ലേറ്റായി. സോ എൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട് മീ. ഞാൻ ഇനിയും ഇതുപോലെയുള്ള വ്ളോഗ്സ് എനിക്ക് സമയം കിട്ടുന്ന പോലെ ഇടാൻ ശ്രമിക്കാം. So bye for now and thank you so much for watching. Please do like, share and support me. Bye.